ജൂൺ 4-ന് ശേഷം കൂട്ടത്തോടെ LDF, UDF മുന്നണികളിലെ പ്രമുഖർ BJPയിൽ ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ്. നമസ്കാരം. ജൂൺ 4-ന് ശേഷം ഇടത് വലത് മുന്നണികളിലെ പല പ്രമുഖരും കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുമെന്ന് കെ സുരേന്ദ്രൻ. BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് LDF കൺവീനർ EP ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നുവെന്നും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ചർച്ചകൾ നടന്നത് എന്നും സുരേന്ദ്രൻ പറയുന്നു. ഇരു മുന്നണിയിലെയും പല അസംതൃപ്തരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. ജൂൺ 4-ന് ശേഷം കൂടുതൽ നേതാക്കൾ BJPയിലെത്തും. പ്രതീക്ഷിക്കാത്ത പേരുകളും അതിൽ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു. ഇടത് നേതാവ് BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പേര് വെളിപ്പെടുത്താതെ ശോഭാ സുരേന്ദ്രനാണ് ആദ്യം ആരോപണമുയർത്തിയത്. ഒരു പടി കൂടി കടന്ന് EP ജയരാജൻ BJPയിലേക്ക് പോകാൻ പ്രകാശ് ജാവേദ്കറുമായി ദല്ലാൽ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെന്ന് പേരടക്കം KPCC പ്രസിഡന്റ് K സുധാകരൻ ആരോപണമുന്നയിച്ചു. പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പ്രകാശ് ജാവേദ്കർ EP ജയരാജനെ തന്റെ സാന്നിധ്യത്തിൽ കണ്ടിരുന്നുവെന്നും തൃശൂർ സീറ്റിൽ ഇടതുപക്ഷം BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് എന്നും ദല്ലാൽ പ്രതികരിച്ചു. പകരം മുഖ്യമന്ത്രിക്കെതിരായ SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അടക്കം സെറ്റിൽ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ EP വഴങ്ങാത്തതിനാൽ ചർച്ച പരാജയപ്പെട്ടുവെന്ന് ദല്ലാൽ നന്ദകുമാർ കൊച്ചിയിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് തലേ ദിവസമുണ്ടായ ആരോപണങ്ങളിൽ തിരഞ്ഞെടുപ്പ് ദിവസമാണ് EP ജയരാജൻ മറുപടി നൽകിയത്. പ്രകാശ് ജാവേദ്കർ കാണാൻ വന്നിരുന്നു. മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് വന്നത്. ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ. എന്താണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണ് എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. നന്ദകുമാറും ജാവേദ്കറിന്റെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും EP സമ്മതിച്ചു. ഇരു മുന്നണികളിലെയും പല പ്രമുഖരും, നിങ്ങളിപ്പോ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോൾ സുധാകരൻ, EP ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും BJPയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4-ന് ശേഷം കൂട്ടത്തോടെ LDF, UDF മുന്നണികളിലെ പ്രമുഖർ BJPയിൽ ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ്. ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വിരൽ ചൂടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു. അല്ല, എല്ലാ തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. LDFയിലെയും UDFയിലെയും അസംതൃപ്തരായിട്ടുള്ള പല ആളുകളും ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ജൂൺ 4 കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പേരുകളും BJPയോടൊപ്പം NDAയോടൊപ്പം ചേരുന്ന സ്ഥിതി വരും. ഈ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ലാവ്ലിൻ ഉൾപ്പെടെ കേസുകളൊക്കെ ഒത്തുതീർപ്പ്. അല്ല, അതൊക്കെ UDF ഇറക്കുന്ന ഒരു സാധനങ്ങളാണ്. ഞങ്ങളിതൊന്നും ആരുടെയും ചർച്ച നടത്തിയ ആളുകളെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. UDF കുറച്ച് ദിവസമായിട്ട് BJPയുടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഇത്തരം ആളുകളെ ഇറക്കുക, പ്രചാരണം നടത്താൻ. വിശ്വാസ്യതയുള്ള ആരെങ്കിലും പറഞ്ഞാൽ അത് മറുപടി ഞാൻ പറയും. അല്ല, ഈ ചർച്ച നടക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഓഫറുകൾ? അല്ലല്ല, ഇതൊക്കെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ്. ഏത് ഘട്ടത്തിലാണ് ഈ ചർച്ച നടത്തുന്നത്? പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടത്തി. ഇനി എങ്ങനെയായിരിക്കും ഇനി തുടർ ചർച്ച? അല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ 4-ന് ശേഷം നിങ്ങൾ അസാധ്യമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന പല കക്ഷികളും പല നേതാക്കളും NDAയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട്. ഈ വയനാട്ടിലെ കിറ്റ് ഇന്നും ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. കിറ്റ് രാഹുൽ എന്നാണ് വയനാട് പറയുന്നത്. നിങ്ങളപ്പോൾ കിറ്റിനെ പറ്റാണ്. കിറ്റ് രാഹുൽ, അതാണ് വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ബൈ ബൈ. അതുകൊണ്ട് കിറ്റ് രാഹുലാണ്, ബാക്കിയെല്ലാം വെറും കള്ളപ്രചാരണങ്ങൾ മാത്രം.